സാഹിത്യത്തിൻ്റെ മേഖല മാത്രം എടുത്തു പറയുകയാണെങ്കിൽ എം ടിയുടെ ഏറ്റവും മികച്ച രചനകൾ അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എം ടി അവസാനത്തെ ചെറുകഥ എഴുതുന്ന 1998 അപ്പോൾ ഇപ്പോൾ ഏതാണ്ടൊരു 26 കൊല്ലം മുമ്പാണ്. ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ചു. അതിനും ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ട് മുമ്പാണ് അദ്ദേഹം അവസാനത്തെ ചെറുകഥ എഴുതിയത്. കാഴ്ച എന്നാണ് ആ ചെറുകഥയുടെ പേര്. അത് വളരെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ചെറുകഥകളിലൊന്നാണ്. അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട കഥകൾ എന്ന് പറഞ്ഞ് 10 കഥകളോ മറ്റോ DC ബുക്സ് ഇങ്ങനെ ഒരു പരമ്പര, പ്രിയപ്പെട്ട കഥകൾ എന്നുള്ള പരമ്പരയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ ചേർത്തിരിക്കുന്ന അവസാനത്തെ കഥയാണത്. അത് സ്ത്രീവാദപരമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭർത്താവ് അഭിമതനല്ലെങ്കിൽ അവനെ തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഒരു മുത്തശ്ശി അവരുടെ അനുഭവത്തെ മുൻനിർത്തി, അവർക്ക് കാഴ്ചയില്ല, അതാണ് ആ കാഴ്ച എന്ന് പറയുന്നത്. മുത്തശ്ശി പ്രായമായപ്പോൾ അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ട ആളാണ്. അവർ പക്ഷേ എല്ലാ കാര്യങ്ങളും അവരറിയുന്നു. അവർ തൻ്റെ ഒരു ചെറുമകളുടെ പ്രായം ഉള്ള ഒരു അനിയത്തിയുടെ മറ്റോ മകളായിട്ടുള്ള ഒരു പെൺകുട്ടി ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. അവർ ഭർത്താവുമായിട്ട് തെറ്റി നിൽക്കുകയാണ്, നാട്ടിലേക്ക് വന്നതാണ്. ആ സമയത്ത് അവർ ഈ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് ഈ വിവരമൊക്കെ എങ്ങനെ ഈ മുത്തശ്ശി അറിയുന്നുണ്ട്. അവർ വളരെ പച്ചയ്ക്ക് അവളോട് തുറന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനെ പറഞ്ഞു വിട്ടേര് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു, നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു കഥയുടെ ഒരു സൗന്ദര്യപരമായിട്ടുള്ള അതിൻ്റെ ശില്പപരമായിട്ടുള്ള സവിശേഷതകളൊന്നും വരുന്നില്ല, എങ്കിലും അതിൻ്റെ തീമിൻ്റെ ഒരു സ്വഭാവം പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലുള്ള കഥകളിൽ ആ വിഷയം കൊണ്ടല്ല, വളരെ എം ടിയുടെ രചനാരീതിയുടെ ഒരു മികവ്, അതിൻ്റെ ഒരു ശില്പഭദ്രത അതിനകത്ത് കാണാൻ കഴിയും. തുടക്കത്തിൽ എഴുതിയ 50കളിൽ എഴുതിയ ഇപ്പോൾ വളർത്തുമൃഗങ്ങൾ പോലുള്ള കഥകളെയൊക്കെ അപേക്ഷിച്ച് എത്രയോ കഥാരചനയുടെ സങ്കേതത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലും അതിൻ്റെ രചനാപരമായ സാന്ദ്രതയുടെ കാര്യത്തിലും ഒക്കെ എം ടി എത്രയോ മുന്നോട്ട് പോയിരിക്കുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു ഘട്ടത്തിൽ ചെറുപ്പത്തിലൊക്കെ എഴുത്തുകാരനാവണമെന്ന് മോഹിച്ച് അതിനുവേണ്ടി അങ്ങനെ സമർപ്പിത ചേതസ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. അന്നൊക്കെ ധാരാളം എഴുതി. പിൽക്കാലത്ത് എഴുതുന്നത് മികവുള്ളതാകണം എന്നുള്ളതിലായി ശ്രദ്ധ. അങ്ങനെ വന്നപ്പോൾ പലതും കുറച്ചെഴുതിയത്, 3/4 ഭാഗം വരെ എഴുതിയത് പലതും പൂർത്തിയാക്കാതെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട്. താൻ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് ഇത് ഉയരുന്നില്ലെങ്കിൽ പിന്നെ അതിൽ വർക്ക് ചെയ്യേണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. എന്ന് വെച്ചാൽ പത്രാധിപന്മാർ ക്യൂ നിൽക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള എഴുത്തുകാരനാണ്. പ്രസാധകർ പുറകെ നടക്കുകയാണ്. എത്ര വേണേൽ പണം കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലും തനിക്ക് താൻ എഴുതുന്ന ആ കൃതി അത് മികവുള്ളതല്ലെങ്കിൽ അത് പുറത്തിറക്കേണ്ടതില്ല എന്ന ഒരു സ്വയം ശാസന അതിശക്തമായിട്ട് കൊണ്ടു നടന്നിരുന്ന ആളാണ് എം ടി. അതുകൊണ്ടാണ് അദ്ദേഹം പല സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള കഥകളുണ്ട്, ഞാൻ ഇന്നത് എഴുതാൻ പോകുന്നു, ഇന്നതിനെക്കുറിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയുള്ള പലതും വന്നില്ല. അത് എഴുതി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് അതങ്ങോട്ട് തൃപ്തികരമായില്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് രീതി. അപ്പോൾ അതുകൊണ്ട് കഥയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കഴിയുന്നത്ര അത് മികവുള്ളതായി തന്നെ ആകണം. ഒത്തുതീർപ്പുകൾക്കോ ഒരുവിധം ശരിയായി എന്നാൽ ഇതങ്ങ് അച്ചടിക്കാൻ കൊടുത്തേക്കാം എന്നുള്ളൊരു സമീപനവും ഒരു കാലത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. കഥകൾ തിരഞ്ഞെടുക്കുന്നതിലും കുറേയൊക്കെ അദ്ദേഹം ആ മാനദണ്ഡം പാലിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ പത്രാധിപ വൃത്തിയിലെ ആ ഒരു ഘടകത്തെക്കുറിച്ച് പറയുന്നവരും പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിലെ നല്ല നോവലിസ്റ്റുകളിൽ ഒരാളാണ് അദ്ദേഹം. പക്ഷേ ഏറ്റവും മികച്ച നോവലിസ്റ്റുകളിൽ ഒരാളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇപ്പം നമ്മൾ CV രാമൻപിള്ളയെയും തകഴിയെയും അതുപോലെ ഉറൂബിനെയും ആനന്ദിനെയും ഒക്കെ വിജയനെയും ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ ആ നോവൽ അവരുടെ രചനകൾക്കൊപ്പം നിൽക്കുന്ന ഒരു പക്ഷേ അശ്രവിത്തിൻ്റെ 2-ാം ഊഴമൊക്കെ കണ്ടേക്കും. എന്നാലും അവരുടെ ആ രചനകൾക്കൊപ്പം ബലിഷ്ഠമായ രചനകളാണ് എന്ന് പറയാൻ പ്രയാസമാണ്. അതേസമയം ചെറുകഥയിൽ അങ്ങനെയല്ല. ചെറുകഥയിൽ അദ്ദേഹത്തിന് നമ്പർ 1 എന്ന് പറയാവുന്ന തരത്തിലുള്ള രചനകൾ ധാരാളം.